ത്തിന്റെ ഭാഗമായിട്ടാണ് അൽ-അർളുൽ മൈതതു അഹ്യൈനാഹാ, ഭൂമിക്ക് സജീവത നൽകുന്നിടത്ത്, ഭൂമിക്ക് ഇഹ്യാ പകർന്നു നൽകിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഹയാത്ത് പകർന്നു നൽകിയിട്ടാണ് അല്ലാഹു ഭൂമിക്ക് ഹയാത്ത് പകർന്നു നൽകുന്നത്. കേവലം സസ്യലതാദികളെ കൊണ്ട് മാത്രമല്ല. എന്നാൽ അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആവശ്യമായ വെള്ളം ഈ ബഹറിൽ നിന്ന് അല്ലാഹു മേലോട്ട് കൊണ്ടുപോവുകയാണ്, നീരാവിയായി കൊണ്ടുപോകുന്നു. എന്നിട്ട് ഭൂമിയുടെ 1/4 ഭാഗമാണല്ലോ കര, 3 ഭാഗം കടലാണ്. എന്തേ അങ്ങനെ തന്നെ സംവിധാനിച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്? അതെ, ഒരു ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, ഭൂമിയുടെ 1/4 ഭാഗം പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ കൃഷി, ജന്തുജാലങ്ങൾ, അവരുടെ വളർത്തുജീവികൾ, ഭൂമിയിലുള്ള മറ്റു ജന്തുജാലങ്ങൾ, അവർക്കൊക്കെ മതിയാകുന്ന വെള്ളം കിട്ടണോ? അവർക്കൊക്കെ മതിയായ അളവിൽ വെള്ളം കിട്ടണോ? 3 ഭാഗത്ത് പരന്നു കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് നീരാവിയായി പൊങ്ങിപ്പോവണം. ആ വെള്ളം മൊത്തം കയറുന്നില്ല. വെള്ളത്തിന്റെ പ്രതലം കൂടുമ്പോഴാണ് നീരാവി കൂടുന്നത്. ഈ ഡെസ്കിൽ, ഈ പീഠത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ച്, അല്ല ഈ ടീപ്പോയിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച്, അത് തുറന്നു വെക്കൂ. തുറന്നു വെച്ച് നിങ്ങൾ ഒരു 4 ദിവസം അവിടെ വെച്ച് പരിശോധിച്ചാൽ അതിലൊരൽപ്പം വെള്ളം കുറഞ്ഞിട്ടുണ്ടാകും, മേലോട്ട് പൊങ്ങിപ്പോയത്. പക്ഷെ അത് വളരെ കുറവേ ഉണ്ടാകൂ. കാരണം വെള്ളത്തിന്റെ ഉപരിതലം, വെള്ളത്തിന്റെ പ്രതലം അത് ചുരുങ്ങുന്നതോടുകൂടെ അതാ നീരാവിയായി പൊങ്ങുന്നത് അത്ര ഭാഗത്തു നിന്ന് മാത്രമാണ്. എന്നാൽ ഇതേ വെള്ളം തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭംഗിയായി വിരിച്ച മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അതിലങ്ങോട്ട് ഒഴുക്കി, എന്നിട്ട് അത് നിങ്ങൾ 1-2 മീറ്റർ സ്ഥലത്തങ്ങോട്ട് പരത്തി, ഇതേ വെള്ളേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ കാണില്ല. കാരണം ജലനിരപ്പ് കൂടിയപ്പോ ആ ഭാഗത്തു നിന്നൊക്കെ നീരാവിയായി പോയപ്പോ ആ വെള്ളം അത്രയും പോയി. അപ്പൊ കൂടുതൽ വെള്ളം പോകണമെങ്കിൽ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നീരാവിയായി. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ചിന്തിക്കാൻ വേണ്ടിയാണ്. ഭൂമിയുടെ ഒരു ഭാഗം കരയാക്കിയപ്പം 3 ഭാഗമല്ല കടലാക്കിയത്. എങ്കിലേ ഒരു ഭാഗം കരയിലേക്ക് ആവശ്യമായ വെള്ളം ഈ ബഹറിൽ നിന്ന് മേലോട്ട് പൊങ്ങിപ്പോകൂ. എന്നിട്ടത് മേലോട്ട് ചെല്ലും തോറും, സൂര്യനോട് അടുക്കും തോറും തണുപ്പാണല്ലോ. നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല, 30 മീറ്റർ അങ്ങോട്ട് പിന്നിട്ടാൽ, മേലോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പാണ് ശക്തമായ. അതുകൊണ്ടാണ് വലിയ വലിയ പർവ്വതങ്ങളിലേക്ക് കയറുമ്പോ, കൊടൈക്കനാലിൽ പോയിട്ടുണ്ടാകും, തണുപ്പ് പ്രകടമാകാനുള്ള കാരണം അതാണ്. അല്ലാഹ് ആവശ്യമായ താപം നിലനിർത്താൻ ജന്തുജാലങ്ങൾക്കും സസ്യങ്ങൾക്കുമൊക്കെ ആവശ്യമായ താപത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അല്ലാഹ് ആകാശത്തെയും ഭൂമിയെയും ഒരു പ്രത്യേക അകലത്തിലാ വെച്ചത്. അതൊരനക്കം ഇങ്ങോട്ട് വന്നാൽ അപകടമാണ്, അങ്ങോട്ട് പോയാലും അടുത്തു കഴിഞ്ഞാൽ അപകടമാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മേലോട്ട് പോകുന്തോറും. കാരണം സൂര്യൻ ചൂടാക്കുന്നത് അന്തരീക്ഷത്തെയല്ല, അന്തരീക്ഷത്തെ ചൂടാക്കുന്നില്ല സൂര്യൻ, മറിച്ച് ഭൂമിയെയാണ് സൂര്യൻ ചൂടാക്കുന്നത്. അതിൽ നിന്ന് മേലോട്ട് പൊങ്ങിപ്പോവുകയാണ്. അത് മുകളിലെത്തുമ്പം തണുത്തുറഞ്ഞ് മേഘപ്പാളികളായി, ആ മേഘപ്പാളികൾ വെള്ളങ്ങളായി ഇറക്കി തന്നു. ചോദിക്കട്ടെ, കടല് സൃഷ്ടിച്ചതിൽ നമുക്ക് പങ്കുണ്ടോ? ഇല്ല. കടല് സൃഷ്ടിച്ചെടുത്ത് നമുക്ക് പങ്കില്ല. കടലിൽ നിന്ന് നീരാവി മേലോട്ട് കൊണ്ടുപോകുന്നതിൽ നമുക്ക് പങ്കുണ്ടോ? ഇല്ല. അത് മുകളിൽ കൊണ്ടുപോയി ആ നീരാവികളെ ഉറപ്പിച്ച് മേഘപ്പാളികളാക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടോ? ഇല്ല. അവയെ ഒരു ഭാഗത്ത് നിന്ന് തൊളിച്ച് മറ്റൊരു ഭാഗത്തേക്ക് തെളിച്ചൊരുമിച്ച് കൂട്ടി അതിനെ അട്ടിയായി നിർത്തി. എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള സമയത്ത് വെള്ളം തൂങ്ങി നിൽക്കുമ്പം അതാ വെള്ളം ഇങ്ങോട്ട് പൊട്ടി വീഴുന്നു. നിനക്കതിന്റെ ആ മേഘപ്പാളികളുടെ ഉള്ളിലൂടെ ശുദ്ധജലം ഇറങ്ങി വരുന്നത് കാണാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നീയാണോ? നീരാവി പൊക്കുന്നിടത്ത് പങ്കുണ്ടെങ്കിൽ പറഞ്ഞോ. അല്ലാഹു പറയുന്നു, കടല് സൃഷ്ടിച്ചെടുത്ത് നിനക്ക് പങ്കുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. മഴ പെയ്യിപ്പിക്കുന്നിടത്ത് നിനക്ക് പങ്കുണ്ടെങ്കിൽ പറഞ്ഞോ. അഫറഅയ്തും മാ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹു ചോദിക്കാൻ,
അഫറഅയ്തും മാ തശ്റബൂൻ, നിങ്ങൾ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളല്ലേ, ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഇന്ന് ഉച്ചക്ക് കുടിച്ച, ഇന്ന് വൈകുന്നേരം കുടിച്ച, ഇപ്പോഴും കിട്ടിയാൽ നമ്മൾ കുടിക്കുന്ന ശുദ്ധജലമില്ലേ, അതിനെക്കുറിച്ച് അല്ലാഹ് ചോദിക്കാൻ, അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അത് മേഘപ്പാളികളിൽ നിന്ന് താഴോട്ടിറക്കിയത് നമ്മളാണോ? അൻസൽതുമൂഹു മിനൽ മുസ്ൻ, അതിനെ മേഘപ്പാളികളിൽ നിന്ന് താഴോട്ട് വെള്ളങ്ങളായി കുത്തിച്ചൊരിച്ചത്, ആ വെള്ളം ഇറക്കിയത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നമ്മളാണോ? മനുഷ്യന് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യം അല്ലാഹ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് അതും അല്ലാഹ് കുദ്റത്ത് നിന്നിട്ട് തന്നെയാ, എന്നാലും അല്ലാഹ് അത് വകവെച്ചരാ, ഈ എന്നെ ചെയ്യുന്നത് സമ്മതിക്കാം. കണ്ടോ? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, ഞാൻ നിങ്ങളെ കുടിപ്പിച്ച വെള്ളം എന്നല്ല, നിങ്ങൾ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നത് നിങ്ങൾ തന്നെ എന്ന് പറയാം, സമ്മതിക്കാം. കുടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, പക്ഷെ ആ വെള്ളം ഇറക്കിയതിടത്ത് നിങ്ങൾക്ക് വല്ല പങ്കുണ്ടോ? അതും ഉപ്പ് ജലത്തിൽ നിന്ന് ഉയർന്നു പോയ വെള്ളം അവിടെ പോയിട്ട് ശുദ്ധീകരിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ആലോചിക്കണം, ശുദ്ധീകരിച്ചിട്ടും. കാരണം ബഹറിൽ എത്രമാത്രം മാലിന്യങ്ങളാ തള്ളുന്നത്. അപ്പൊ ആ മാലിന്യങ്ങളെ കൊണ്ടൊന്നും വെള്ളം കേടുവരാതിരിക്കണമെങ്കിൽ ഉപ്പുജലാവണം. അതിനുവേണ്ടിയാണ് ഉപ്പുജലാക്കി നിലനിർത്തിയത്. കുറേ കാരണങ്ങളുണ്ട്, ഉപ്പുജലാക്കിയതിൽ ധാരാളം ഹിക്മത്തുകളുണ്ട്. എന്നിട്ട് അത് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലാഹു തആല ശുദ്ധീകരിച്ച് കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇങ്ങോട്ട് ഇറക്കുകയാണ്. കാരണം ഉപ്പുജലത്തിൽ നിന്ന് പൊങ്ങിപ്പോയതാണ് ശുദ്ധജലമായിട്ട് നമുക്ക് കുടിക്കാൻ കഴിയുന്നത്. അല്ലാഹ് പറഞ്ഞു, ഇനി അത് നിങ്ങൾ ഇറക്കിയിട്ടില്ല, ഞാൻ തന്നെയാണ് ഇറക്കിയത്. ഇനി ഇറക്കി തന്നിട്ട് അതിൽ ഞാൻ അത് ശുദ്ധീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? വലൗ നശാ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കാൻ കഴിയൂലായിരുന്നോ? അതിനെ ഉപ്പുരസം എടുത്ത് ശുദ്ധീകരിച്ച് എടുത്തു മാറ്റിയത് ഞാനല്ലേ? അല്ലാഹ് ചോദിക്കാം. ഉപ്പുരസം ശുദ്ധീകരിച്ച് എടുത്തു മാറ്റി തന്നത് ഞാനല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പം വയറ് നിറയെ കുടിച്ചിട്ട് ഉണ്ടോ അങ്ങനെ ഒരു ദൈവം എന്ന് ചോദിച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്? അതൊക്കെ കണ്ട് നിർത്തിക്കാളാം. ഈ വെള്ളം കുടിച്ചാണ്ട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യേ വേണ്ടട്ടോ, അപകടമാണ്. അള്ളാഹു പറഞ്ഞു, ഈ റബ്ബിനെ നിങ്ങൾ നിഷേധിക്കേ. എന്നിട്ട് അത് ചോദിച്ചിട്ട് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫലൗലാ തശ്കുറൂൻ, ഇതൊക്കെ ഒരുക്കി തരുന്നത് ഞാനോ നിങ്ങളോ? പടച്ചോനെ, നീ തന്നെയാണ്, ഞങ്ങൾക്കൊരു പങ്കുമില്ല. കാരണം ബഡായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതു നിരീശ്വരവാദിയും പറയും ഞാനല്ല, അള്ളയാണ് അവൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനല്ല എന്ന് പറയും. ആ കാര്യം ഉറപ്പാണ്. അല്ലാഹ് പറയുന്നു, ഫലൗലാ തശ്കുറൂൻ, ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾ എന്താ എനിക്ക് ശുക്ർ ചെയ്യാത്തത്? അത് നല്ലൊരു ചോദ്യമാണ്. ആ വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കുടിക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ? അത് കുടിച്ച് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്നൊന്ന് പറയണം, അതിനൊന്നൊരു മുടക്കൂല്ലല്ലോ. അത് പറയാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നിങ്ങൾ എത്ര നന്ദി കെട്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായിട്ടും മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. ഖുർആൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്. കണ്ടോ നിങ്ങൾ, അല്ലാഹ് പറയുന്നു, വലിയ ചിന്തിക്കാൻ മാത്രം പോകുന്ന ഒരു ദൃഷ്ടാന്തമാണ്. വിണ്ടുകീറി വരണ്ട് കിടക്കുന്ന ഭൂമിയെ അല്ലാഹു രണ്ടാമത് സജീവമാക്കി എന്നത്, അതിനെ സജീവമാക്കി എന്നത് അത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഇതെങ്ങനെയാ നമുക്ക് ദൃഷ്ടാന്തമാകുന്നത്? കഴിഞ്ഞിട്ടില്ല. എന്നിട്ടോ ആ ആയത്തുകളുടെ അർത്ഥം പറഞ്ഞതിന്റെ ശേഷം പറയാം എന്താണ് ഇതിലുള്ള ദൃഷ്ടാന്തമെന്ന്. അങ്ങനെ വെള്ളമിറക്കി, ഭൂമിയെ അല്ലാഹു സജീവമാക്കി. വെള്ളമിറക്കി മാത്രമല്ല, സൂര്യപ്രകാശം നൽകി, എന്തൊക്കെ വേണോ അതൊക്കെ നൽകിയിട്ട് അല്ലാഹു ഭൂമിക്ക് സജീവത നൽകി. എന്നിട്ട് വാഖറജ്നാ മിൻഹാ ഹബ്ബാ, ആ ഭൂമിയിൽ നിന്ന് നാം ധാന്യങ്ങൾ മുളപ്പിച്ചു. ഭൂമിയിൽ നിന്ന് നാം ധാന്യങ്ങൾ മുളപ്പിച്ചു. അല്ലാഹ് അവകാശപ്പെടുന്നു, ഞാനാണ് നെല്ലുണ്ടാക്കിയത്, ഞാനാണ് ഗോതമ്പുണ്ടാക്കിയത്. അത് ഞാൻ പാടത്ത് പണിയെടുത്തിട്ടല്ലേ ഉണ്ടായത്. കർഷകര് കൃഷി ചെയ്യുമ്പോഴല്ലേ ഉണ്ടാകുന്നത്. അല്ലാഹ് ഉണ്ടാക്കുന്നതാണോ? കർഷകരെ പണിയൊക്കെ അല്ലാഹ് സമ്മതിച്ചിട്ടുണ്ട്. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനം അത് അല്ലാഹ് വകവെച്ചു തന്നു. ഉഴുതുമറിച്ചത് നീയാണ്.
പാടത്ത് വിത്തെറിഞ്ഞത് നീയാണ്, അതിന് വളം ചേർത്തത് നീയാണ്, കള പറിച്ചത് നീയാണ്, എല്ലാം നീയാണ്. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, മാ തഹ്റുസൂൻ, നിങ്ങൾ നട്ടു വളർത്തുന്ന ധാന്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഇറക്കിയ കൃഷിയെക്കുറിച്ച്. അഅംതും തസ്റഊനഹു, കണ്ടോ? അഅംതും തഹ്റുസൂനഹു എന്നല്ല, അഅംതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ആ കൃഷി മുളപ്പിച്ചതാരാ? അതിൽ വിത്തുണ്ടാക്കിയതാരാ? ആ വിത്തിൽ പാലുറപ്പിച്ചതാരാ? പറയണം. ഒന്നും പറയാൻ വയ്യ. ഞാനാണ് ഒരൊറ്റ ധിക്കാരിക്കും പറയാൻ കഴിയൂല ലോകത്ത്. എന്തേ? കാരണം ഞാനാണെങ്കിൽ ഞാൻ വിതച്ച വിത്ത് ഒക്കെ മുളക്കേണ്ടിയിരുന്നു. അങ്ങനെ ഇല്ലല്ലോ. മിനിയാന്ന് വിതച്ച വിത്തിന്റെ അടുത്ത് ഇന്ന് പോയി നോക്കി മോഡം വിതച്ച് പോയി നോക്കിയിട്ട് ഇവരിങ്ങനെ പറയാൻ എന്ത് കാലദോഷാണ് ഇക്കൊല്ലം കുടുങ്ങിയതെന്നറിയില്ല. ആ ഭാഗത്തൊരു 4 എണ്ണം മുളച്ചിട്ടുണ്ട്, ഇങ്ങേ പുറത്ത് കുറെ ഭാഗം മുളക്കാതെ കിടക്കുന്നു. അല്ല പറയുന്നു, അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. മുളച്ചാൽ തന്നെ കൊയ്തെടുത്താൽ പിന്നെ കർഷകൻ അഭിപ്രായം പറയാൻ തുടങ്ങി, കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല, ഇക്കൊല്ലം ധാരാളം പതിരുണ്ട്, നീയാണ് വിത്തുറപ്പിച്ചതെങ്കിൽ എങ്ങനെ പതിരു വന്നു മോനെ? അതേ, ഒരൊറ്റ നിരീശ്വരവാദിയും പറയില്ല ഞാനാണ് മുളപ്പിച്ചതെന്ന്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വിണ്ടുകീറുന്ന ഭൂമി സാക്ഷി. മുളകൾക്ക് വേണ്ടി, സസ്യങ്ങളുടെ വളരെ ലളിതമായ മുളകൾക്ക് വേണ്ടി ഉറപ്പുള്ള ഭൂമി പൊട്ടിക്കൊടുക്കുന്നു. കണ്ടോ നിങ്ങൾ, നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ സസ്യങ്ങൾ തളിരിടുമ്പോൾ, അതുകൊണ്ട് സസ്യങ്ങളുടെ മുള കൊണ്ട് ഭൂമിയെ ഹയാത്താക്കുമ്പോ നിങ്ങൾക്കതിൽ ചിന്തിക്കാൻ പാഠമുണ്ട്. ഒരു പയറിന്റെ കുരു നിങ്ങൾ ഭൂമിക്കടിയിൽ നിങ്ങൾ വെച്ചാൽ അതിൽ നിന്ന് അതാ അത്യാവശ്യം ഉറപ്പുള്ള ഭൂമിയാണെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ആ ഭൂമിക്കുള്ളിൽ നിന്ന് അതിന്റെ മുള പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. മുള പുറത്തേക്ക് തല കാണിക്കുമ്പോ ഭൂമി പൊട്ടിക്കൊടുക്കുന്നു. നിരന്തരം മഴ നൽകുന്ന ആകാശം സാക്ഷി, സസ്യങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കീറിക്കൊടുക്കുന്ന ഭൂമി സാക്ഷി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അതെ, ആ വന്ന മുളയില്ലേ, അത് സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ച് നീ എടുത്തിട്ട് അതിനേക്കാൾ പദമുള്ള ഒരു മണലിൽ നീ അങ്ങോട്ടൊന്ന് തറക്കുവോ, അതിന്റെ മുമ്പ് അത് പൊട്ടിപ്പോകൂലേ? അതെ, ഇങ്ങോട്ട് വരുമ്പം പടച്ച റബ്ബിന്റെ സഹകരണമുണ്ട് അവിടെ. അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങൾ കൃഷി ചെയ്തത് മുളപ്പിക്കുന്നതാരാ? അതിൽ വിത്തുണ്ടാക്കുന്നതാരാ? വിത്തിൽ പാലുറപ്പിക്കുന്നതാരാണ്? നെല്ലാക്കുന്നതാരാ? പതിരാക്കുന്നതാരാ? അല്ലാഹു ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പരാതി ഉണ്ടാകാൻ പാടില്ല, മുളച്ചില്ല. പരാതി നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്യിപ്പിക്കുന്ന മനുഷ്യനാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മഴ ഇല്ലാത്ത പരാതി പറയാൻ കഴിയില്ല. ഇടയ്ക്കിടെ മഴക്ക് ക്ഷാമം വരുന്നു, പരാതികൾ പറയുന്നു. അപ്പൊ മറ്റൊരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഞാനാണെന്നത് എന്തായാലും ഒരു ധിക്കാരിക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇതിലുള്ളത്. അപ്പൊ അതെല്ലാം മുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു പറഞ്ഞത്, വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു വഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ. ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിച്ചത് നമ്മളാണ്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ ഫമിൻഹു യഅകുലൂൻ. ആ ധാന്യമാണ് അവർ വെട്ടി വിഴുങ്ങുന്നത്. ഫമിൻഹു യഅകുലൂൻ. അതിൽ നിന്നു തന്നെയാണ് അവർ കഴിക്കുന്നത്. ധാന്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു ഫമിൻഹു യഅകുലൂൻ. ഇനി പഴവർഗ്ഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടുപിറകിൽ പറയാൻ പോകുന്നുണ്ട് ലിയഅകുലൂ മിൻ സമരിഹി. അതിനൊക്കെ അറബി ഭാഷ അറിയുന്നവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫമിൻഹു യഅകുലൂൻ. അതിൽ നിന്ന് മാത്രം അവർ ഭക്ഷിക്കുന്നു. പ്രധാന ഭക്ഷണം ധാന്യമാണ്. മനുഷ്യന്റെ പ്രധാന ഭക്ഷണമാണ് ഹബ്ബ്, ധാന്യങ്ങൾ, നെല്ല്, ഗോതമ്പ്. ഈ ധാന്യങ്ങൾ മനുഷ്യന്റെ പ്രധാന ഭക്ഷണമാണെന്ന് പഠിപ്പിക്കാനാ. മറ്റേതോ ഭക്ഷണമായിട്ട് കഴിക്കുന്നതല്ല, എന്നാ തിന്നു. ഒരു ഹോബിയായിട്ട് ഇങ്ങനെ പഴവർഗ്ഗങ്ങൾ തിന്നും, അത് സ്വാഭാവികമാണ്. എന്നാൽ അതേ തുടർന്നത് പറയുന്നു,
വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. അവിടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പറയാം. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ, ആ ഭൂമിയിൽ തോട്ടങ്ങൾ സംവിധാനിച്ചത് നമ്മളാണ്. ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅ്നാബ്, മുന്തിരി മോഡലിലും അതുപോലെ തന്നെ ഈത്തപ്പന മോഡലിലുമുള്ള തോട്ടങ്ങൾ. മിൻ നഖീലിൻ വഅഅ്നാബ്, മുന്തിരിയും ഈത്തപ്പനയും ഈ തോട്ടങ്ങൾ മാത്രമേ അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ളൂ? അല്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ വായിക്കേണ്ടത് ഒരു സാഹിത്യകാരന്റെ ഭാഷയിലാണ്. ഒരു സാഹിത്യകാരൻ മഗ്രിബും മശ്രിക്കും അയാളുടെ അധികാരത്തിൽ, ആ കിഴക്കും പടിഞ്ഞാറും ഒതുക്കി ഭരിക്കുന്ന ആളാ അയാൾ എന്ന് പറഞ്ഞാൽ കിഴക്ക് കുറച്ചും പടിഞ്ഞാറ് കുറച്ചൊന്നോ അല്ല, അതിന്റെ ഇടയിലുള്ള ഒക്കെ പെടും. അതെല്ലാവർക്കും മനസ്സിലാകുന്നത് ആ കിഴക്കും പടിഞ്ഞാറും മുഴുവൻ അയാളുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അയാളുടെ കയ്യിലാണെന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് ധ്രുവങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഇടയിലുള്ളതും കൂടെ ഉദ്ദേശിക്കൽ സാഹിത്യകാരന്റെ ശൈലിയാണ്. ആ ഭാഷയിൽ ഖുർആനിനെ വായിക്കണം. പലപ്പോഴും ഖുർആൻ പറഞ്ഞ തോട്ടങ്ങള്, ഖുർആൻ പരിചയപ്പെടുത്തിയ പഴങ്ങള്, അതൊക്കെ രണ്ട് ധ്രുവങ്ങളാണ്. അതിന്റെ ഇടയിലുള്ളതൊക്കെ പെടും. മിൻ നഖീലിൻ വഅഅ്നാബ് എന്ന് പറഞ്ഞു. ഒന്ന് ഈത്തപ്പഴത്തെ കുറിച്ച് പറഞ്ഞു, ഈത്തപ്പനയെ കുറിച്ച് പറഞ്ഞു, മറ്റൊന്ന് മുന്തിരിവള്ളിയെ കുറിച്ച് പറഞ്ഞു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഇതിന്റെ അർത്ഥം വള്ളി മോഡലിലുള്ള മുഴുവൻ പഴങ്ങളെയും പ്രതിനിധീകരിച്ചാണ് അഅ്നാബ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ സംഗതികളും, നമ്മൾ പറിക്കുന്ന മത്തങ്ങയും ചരങ്ങയും ഒക്കെ അതിൽ പെടുന്ന അർത്ഥം. എല്ലാം മിൻ അഅ്നാബ്. മിൻ നഖീൽ എന്ന് പറഞ്ഞത് തടിമരങ്ങളിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ, തടിമരങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങള്, പഴങ്ങള്, വരുമാനങ്ങൾ. ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅ്നാബ്, അത് അറബികൾക്കാണ് പ്രഥമമായി ഖുർആൻ ഇറങ്ങുന്നതെന്നതുകൊണ്ട് അവർക്ക് തിരിയുന്ന രണ്ട് ധ്രുവങ്ങൾ പരിചയപ്പെടുത്തി എന്ന് മാത്രം. ചിലപ്പോ പരിചയപ്പെടുത്ത ചെറിയ പഴവും വലിയ പഴവുമായിരിക്കും. നഖ്ലും റുമ്മാനും, ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ. വനഖ്ലും വറുമ്മാൻ, ഈത്തപ്പഴത്തെക്കുറിച്ചും ഉറുമാമ്പഴത്തെക്കുറിച്ചും ചെറുതും വലുതുമായ എല്ലാ പഴങ്ങളും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ ആയത്തുകൾ പരസ്പരം അങ്ങനെ തട്ടിക്കാൻ കഴിയും. അത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തെളിയിക്കാൻ പറ്റിയ ആയത്തുകളും പറയാനുണ്ട്. അതൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സമയദൈർഘ്യം ഭയന്ന് ഞാൻ തൽക്കാലം അതിൽ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ട തോട്ടങ്ങളെല്ലാം അല്ലാഹു സംവിധാനിച്ചു. നമുക്കിന്ന് ഉണ്ടാക്കി തരുന്ന മുഴുവൻ തോട്ടങ്ങളും ഇതിൽപ്പെട്ടതാണ്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ വജഅൽനാ ഫമിൻഹു യഅ്കുലൂൻ വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅ്നാബ്. നല്ല ഇടതൂർന്ന് നിൽക്കുന്ന ആരാമങ്ങൾ ഉണ്ടായതുകൊണ്ടായില്ല, തോട്ടങ്ങൾ ഉദ്യാനങ്ങൾ ഉണ്ടായതുകൊണ്ടായില്ല. അല്ലാഹ് പറയുന്നു, അതിൽ നന്നായിട്ട് ജലസേചനം നടക്കണം. അപ്പോഴല്ലേ നെല്ല് നന്നായി ഉണ്ടാകും, അപ്പോഴല്ലേ തേങ്ങ നന്നായി ഉണ്ടാകും. വെള്ളം നനച്ചു കൊടുക്കണം. വെള്ളം നനക്കാനുള്ള മാർഗം വേണം. അതിന് അടുത്തുകൂടെ പുഴ ഒഴുകിപ്പോകുന്നുണ്ടെങ്കിൽ ആ പുഴയിൽ നിന്ന് നനക്കാവുന്നതാണ്. അല്ല, മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നനക്കാവുന്നതാണ്. പക്ഷേ എന്നും മഴ പെയ്യിപ്പിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സീസണിൽ ഒരു 6 മാസക്കാലം പലപ്പോഴായി മഴ പെയ്യിപ്പിച്ചു. ആവശ്യമായ വെള്ളം അല്ലാഹു ഭൂമിയിൽ നിലനിർത്തുകയാണ്, സ്റ്റോക്ക് ചെയ്തു വെക്കുകയാണ് അല്ലാഹു ഭൂമിയിൽ. ആ ഭൂമിയിൽ നാം നീരുറവകൾ ഉറവയെടുപ്പിച്ചു, പുറപ്പെടിച്ചു. അതെ, അടുത്ത് നദിയില്ലേ, അടുത്ത് കടലില്ലേ, പുഴയില്ലേ, നിനക്ക് മഴ ലഭിക്കുന്നില്ലേ? ബേജാറാവണ്ട. ആ മഴ പെയ്തപ്പോ അന്ന് ഞാൻ ഭൂമിയോട് സംഭരിച്ചു വെക്കാൻ പറഞ്ഞ വെള്ളം കുഴിക്ക് ഒരു 10 20 കോലങ്ങ് കുഴിച്ചാൽ, 10 12 കോല് കുഴിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഒരു 20 വരെ പോയേക്കാം, അല്ലെങ്കിൽ കുഴലടിക്കേണ്ടി വന്നേക്കാം. താഴോട്ട് പോയാൽ നിനക്കത് കിട്ടും. ഭൂമിയിൽ പലതരത്തിലുള്ള ജലസംഭരണികൾ
നാം ഉറവയെടുപ്പിച്ചു. അതിൽ നിന്ന് മോട്ടോർ വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് നനക്കാവുന്നതാണ്. അവരുടെ തോട്ടം നനക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തതല്ലേ. ഞാനെങ്ങാനും വേണ്ട എന്ന് കരുതിയാൽ ഈ വെള്ളം തേടിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയോ? എത്ര ആളുകളാണ് പരാതി പറയാറുള്ളത്? എത്ര പേരാണ് പരാതി പറയാനുള്ളത്? യഥാ കുഴലടിച്ചിട്ടും പരാജയപ്പെട്ടു ഉസ്താദേ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. കുഴലടിച്ചാലും പരാജയപ്പെടും. അല്ല വേണ്ട എന്ന് വെച്ചാൽ ഒരിക്കലും തേടിപ്പിടിക്കാൻ കഴിയില്ല. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅ്തീകും ബിമാഇൻ മഈൻ. അല്ല വെള്ളം താത്തണമെന്ന് കരുതിയാൽ, ഭൂമിയിലേക്ക് താഴ്ത്തി കൊണ്ടുപോകണമെന്ന് കരുതിയാൽ നിങ്ങൾ കുഴലടിച്ചിട്ട് വെള്ളം കിട്ടുമോ? ആരാണോ ശുദ്ധജലം നിങ്ങൾക്ക് കൊണ്ടുവരിക? അതേ അല്ലാഹു പറഞ്ഞത് കേട്ടോ. എന്നാൽ അല്ല ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളങ്ങൾ ഉറവയെടുപ്പിച്ചിരിക്കുന്നു. ആ വെള്ളം ചേർത്ത് തോട്ടം നനച്ച് അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ അവർ തിന്നാൻ വേണ്ടി ഇപ്പറഞ്ഞതൊന്നും അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതല്ല. ഇതൊന്നും അവരുണ്ടാക്കിയതല്ല. ഇതൊക്കെ ഞാനാ ഉണ്ടാക്കിയത്. അല്ലാഹ് തോടുണ്ടാക്കിയത് അവരാണോ? ഭൂമിക്കകത്ത് വെള്ളം സംഭരിച്ചത് അവരാണോ? അല്ല, അതൊക്കെ ഞാനാണ്. കിണർ നിങ്ങൾ കുട്ടി, ശരിയാണ്. അതൊക്കെ ആത്യന്തികമായി പടച്ചോൻ തന്ന കഴിവ് തന്നെയാണ്. ഇനി പോവട്ടെ, അത് സമ്മതിച്ചാൽ തന്നെ ഭൂമിക്കടിയിൽ വെള്ളം തരുന്നത് ഞാനല്ലേ? അല്ലാഹ് ചോദിക്കുന്നു. അതുകൊണ്ട് അഹങ്കരിക്കണ്ട. ജനങ്ങളുടെ കരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഭൂമിയിൽ. എല്ലാം ഉണ്ടാക്കിയത് ഞാനാണ്. ആ ഉണ്ടാക്കിയത് കണ്ടെത്താനുള്ള ബുദ്ധിയും ശക്തിയും മാത്രമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് ഞാനാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതൊക്കെ കഴിച്ചിട്ടും ഇവരെന്നോടൊന്നും നന്ദി പ്രകടിപ്പിക്കുന്നില്ലയോ? എന്തൊരു നന്ദി കെട്ട ജനതയായി പോയത്! എന്തേ മനുഷ്യർക്ക് പറ്റിപ്പോയത്? അവർക്കൊന്ന് നന്ദി പ്രകടിപ്പിച്ചുകൂടെ? ഇത് ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് പുനരുത്ഥാനത്തിന്. എങ്ങനെയായത് പുനരുത്ഥാനത്തിന് തെളിവാകുന്നത്? അത് നമ്മളൊന്ന് പറയേണ്ടതാണല്ലോ. എങ്ങനെയായത് പുനരുത്ഥാനത്തിന് തെളിവാകുന്നത്? വരണ്ടുണക്കി കിടക്കുന്ന ഭൂമിയിൽ ദൈവ സാന്നിധ്യം വന്നു എന്നത് പുനരുത്ഥാനത്തിന് തെളിവാകുമോ? തെളിവാകും. വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് രണ്ടാമത് ഇന്ന് നെല്ലുണ്ടായിരുന്നു. ആ നെല്ല് ഉണങ്ങിപ്പോയി. പിന്നെ കുറെ കാലം പന്ത് കളിച്ചാ കണ്ടങ്ങനെ നടന്നു. പിന്നെ അടുത്ത കൊല്ലം വീണ്ടും അതേ സ്ഥലത്തതാ നെല്ല് പൊങ്ങുന്നു. ഇന്ന് പച്ച പിടിച്ച് നിൽക്കുന്ന പലതും ഉണങ്ങി മരിച്ചു, നശിച്ചുപോയി. പിന്നെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും അതാ പുതിയത് മുളക്കുകയാണ്. ഇതേ രൂപത്തിൽ മനുഷ്യരെ നിങ്ങളും മരിക്കുന്നതോടുകൂടെ നിങ്ങൾ കഴിഞ്ഞു എന്ന് കരുതണ്ട. രണ്ടാമതൊരു എഴുന്നേൽപ്പ് നിങ്ങൾ എഴുന്നേൽക്കാനുണ്ട്. ആ എഴുന്നേറ്റാൽ പിന്നെ നിങ്ങൾ നശിക്കുന്നില്ല. ഇതെന്തിനാ ഇങ്ങനെ ആക്കിയത്? എഴുന്നേൽക്കുന്നു, പോകുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും നശിക്കുന്നു, വീണ്ടും പൊങ്ങുന്നു, വീണ്ടും ഉണങ്ങുന്നു. ഈ സംവിധാനം നിരന്തരമായി നിങ്ങൾക്ക് പുനരുത്ഥാനത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ എന്നും രാത്രിയിൽ നിങ്ങളെ ഉണർത്തുന്നതും പിറ്റേന്ന് ഉണർത്തുന്നതും പുനരുത്ഥാനത്തിന് തെളിവാണെന്ന് അല്ലാഹു പറയാൻ പോകുന്നു. ഉണ്ടോ? എന്നും ഒരു മിനി മരണം തന്ന് പുനരുത്ഥാനത്തിലേക്ക് നമ്മെ ഉണർത്തുന്നുണ്ട്, തൊട്ടുണർത്തുന്നുണ്ട് അല്ലാഹു. കേട്ടോ, വിശ്വസിച്ചോ, നന്നായിക്കോ, അവസരമുണ്ട്, ഇനിയും അവസരമുണ്ട്, സമയം നഷ്ടപ്പെടുത്തണ്ട എന്നോരോ ദിവസവും മനുഷ്യനോട് അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും മറന്നു പോകണ്ട. അപ്പൊ പുനരുത്ഥാനത്തിന്റെ തെളിവാണ് നശിച്ച സാധനം രണ്ടാമതുണ്ടാകുന്നത്. നിരന്തരമായി ഭൂമിയിൽ ഈ ചിത്രം കാണിക്കുന്നത് നമുക്ക് മാത്രം കണ്ടാ പോരാ, ഒരു ദിവസം കണ്ടാ പോരാ, ഇടയ്ക്കിടെ കാണണം. നമ്മളെ മക്കള് കാണണം, നമ്മുടെ മക്കളെ കാണണം, എല്ലാവരും കാണാൻ അല്ലാഹു ഈ നൈരന്തര്യം ഇവിടെ തുടരുകയാണ്. അപ്പൊ അതിലൊരു സൂചനയുണ്ട്. അതേ
രൂപത്തിൽ മണ്ണിൽ നിന്ന് ജനിച്ച നിങ്ങൾ, അല്ലെ, മണ്ണിന്നാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്, നിങ്ങൾ മരിച്ചാൽ വീണ്ടും ആ മണ്ണിൽ നിന്ന് രണ്ടാമതൊന്ന് എഴുന്നേറ്റ് വരും. ഏതുപോലെ മണ്ണിൽ നിന്ന് ജനിച്ച പച്ചവൃക്ഷം നശിച്ചിട്ട് വീണ്ടും അവിടെ പച്ചവൃക്ഷം എഴുന്നേറ്റ് വരുന്നത് കണ്ടില്ലേ? അതേ രൂപത്തില് അതൊരു സൂചനയാണ്. സൂറത്ത് യാസീന് വെട്ടിത്തുറന്നിട്ട് പറയുന്നില്ലല്ലോ, അതുപോലെ നിങ്ങളും വരുന്നു പറഞ്ഞിട്ടില്ല, എന്നാൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാ രസം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇതെങ്ങനെയാണ് പുനരുത്ഥാനത്തിന് തെളിവാകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇമാം റാസി പറഞ്ഞു, കദാലിക നുഹ്യിൽ മൗതാ, ഇതേ രൂപത്തിൽ നമ്മൾ മരിച്ചവരെയും ഹയാത്താക്കും. അത് ഇമാം റാസിയുടെ വ്യാഖ്യാനാണ്. ആ വ്യാഖ്യാനം എവിടെ നിന്ന് കൊടുത്തു ഇമാം റാസി? വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ, ഖുർആൻ ഇങ്ങനെ മനസ്സിരുത്തിയിട്ട് ഇങ്ങനെ ഓതുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. കാരണം ഖൽബുൽ ഖുർആനിൽ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ, ഹ്രസ്വമായിട്ടേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. വളരെ സംക്ഷിപ്തമായിട്ട് വിശദമായിട്ട് പറയേണ്ടത് മറ്റു ഭാഗങ്ങളിലാണ്. അത് പറഞ്ഞു. എവിടെ? സൂറത്തുർ റൂമിന്റെ 19-ാം വചനം. സൂറത്തുർ റൂമിന്റെ 19-ൽ അല്ലാഹ് പറയുന്നു, വയുഹ്യിൽ അർള ബഅദ മൗതിഹാ, വയുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിന്റെ ശേഷം ആ ഭൂമിയെ അല്ലാഹ് ഹയാത്താക്കും. വയുഹ്യിൽ അർള ബഅദ മൗതിഹാ, അത് ഇവിടെ പറഞ്ഞ അതേ ആശയം തന്നെയല്ലേ ഉള്ളൂ. പക്ഷെ അതിന്റെ തൊട്ടു പിറകിൽ പറഞ്ഞത് നോക്ക്, വകദാലിക തുഖ്റജൂൻ. ഇനി തെളിവിനങ്ങോട്ട് പോകണ്ടല്ലോ, വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാൻ. ഭൂമി മരിച്ചതിന്റെ ശേഷം അതിനെ ഹയാത്താക്കും. വകദാലിക തുഖ്റജൂൻ, അതേ രൂപത്തിൽ നിങ്ങളെയും പുറപ്പെടുവിക്കും ഈ ഭൂമിയിൽ നിന്ന്, പുനരെഴുന്നേൽപ്പിക്കപ്പെടും. ഏതുപോലെ? ഇന്ന് നശിച്ച സാധനത്തെ നാളെ തലപൊക്കി പുനരെഴുന്നേൽപ്പിക്കുന്നത് പോലെ ഇനി നിങ്ങളെ വീണ്ടും ഇതാ പുനരെഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വകദാലിക തുഖ്റജൂൻ, അതേ രൂപത്തിൽ നിങ്ങളെയും എഴുന്നേൽപ്പിക്കപ്പെടും. വ്യക്തമായ തെളിവായി സൂറത്തുർ റൂമിൽ തന്നെ 25-ൽ അല്ലാഹ് പറയുന്നു, സുമ്മ ഇദാ ദഅഅകും ദഅവതൻ മിനൽ അർദ് ഫഅന്തിദാ അൻതും തഖ്റുജൂൻ. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ, നിങ്ങളുടെ സെല്ലുകളൊക്കെ ഭൂമിയോട് അലിഞ്ഞു ചേർന്ന് കിടക്കുമ്പോ അല്ലാഹ് വിളിക്കുകയാണ്, വാടോ എന്ന് പറഞ്ഞ. ജനിച്ചത് പലപ്പോഴാണ്, ജനിക്കുന്നത് ഒരുമിച്ചാണ്. കണ്ടോ? ജനിച്ചത് പലപ്പോഴാണ്, പക്ഷേ മരിച്ചതും പലപ്പോഴാണ്. എന്നാൽ ഇനി ജനിക്കുന്നത് ഒരുമിച്ചാണ്, ജനിക്കുന്നത് രണ്ടാമത്തെ പുനരുത്ഥാനം. പടച്ച റബ്ബ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ക്ഷണമങ്ങ് ക്ഷണിച്ചാൽ എവിടെയൊക്കെ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന, ഭസ്മമായി കിടക്കുന്ന, അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ആരൊക്കെയുണ്ടോ, എന്റെ അടിമകളായി എല്ലാവരും എഴുന്നേറ്റ് വാ എന്നൊരു വിളിയങ്ങ് വിളിച്ചാൽ ആ വിളിയുടെ വിസലാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇടുന്ന വിസല്. വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിറൂൻ. അതോടുകൂടെ എല്ലാവരും അവരവരുടെ മണ്ണറകളിൽ നിന്ന് തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഓടി വരുന്നു. ഇദാ അൻതും തഖ്റുജൂൻ, അതോടുകൂടെ നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പുറപ്പെട്ടു. ഇനി ഇവിടെ പറയാനുള്ളത് ഇങ്ങനെയാണ് ഇത് ദൃഷ്ടാന്തമാകുന്നത്. ഈ ദൃഷ്ടാന്തം വിവരിച്ചപ്പോൾ തന്നെ അല്ലാഹു അതിന്റെ ഉടയിൽ എന്തെല്ലാം പെടുത്തി, അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീട്ടി പരത്തി അല്ലാഹ് പറഞ്ഞില്ലേ? കഴിഞ്ഞില്ല. ആ അനുഗ്രഹങ്ങളൊക്കെ യഥേഷ്ടം മൂക്കറ്റം അതൊക്കെ ഭുജിക്കുന്ന മനുഷ്യൻ ഒരു നന്ദി പ്രകടനത്തിന്റെ ചെറിയ ഒരു വാക്കുപോലും നൽകാത്തതിലുള്ള സങ്കടം രേഖപ്പെടുത്തിയില്ലേ? ഇത് നമ്മുടെ മനസ്സിൽ തട്ടണം. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ധാന്യങ്ങളുടെ കഥ വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരാമർശിച്ചു. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ, ധാന്യങ്ങൾ ഭൂമിയിൽ നിന്ന് നാം മുളപ്പിച്ചു എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരാമർശിച്ചെങ്കിൽ, അതാണ് കേട്ടോ നിങ്ങളുടെ മുഖ്യാഹാരം എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ, അതിലേക്ക് സൂചന നൽകിയെങ്കിൽ, ഇവിടെ ഒരു കാര്യവും കൂടെ കൂട്ടത്തിൽ ഞാൻ ഉണർത്തുന്നു. അതെന്താ? നമുക്ക് ചിന്തിക്കാൻ പറ്റിയ നല്ലൊരു വിഷയമുണ്ട് അവിടെ. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്രിമുൽ ഖുബ്സ ഫഇന്നല്ലാഹ അക്രമ. കണ്ടോ? ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയുന്നത് കാണാം, നിങ്ങൾ റൊട്ടിയെ ആദരിക്കണം, കാരണം അല്ലാഹ് അതിനെ ആദരിച്ചിട്ടുണ്ട്.
റൊട്ടി എന്ന് പറഞ്ഞത് അവരുടെ സാഹചര്യത്തിൽ പറഞ്ഞു. അന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ചോറിനെ ആദരിക്കണം എന്ന് പറയാം. ധാന്യം കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ ഭക്ഷണം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്രിമുൽ ഖുബ്സ ഫഇന്നല്ലാഹ അക്രമ, അല്ലാഹ് ആദരിച്ച റൊട്ടിയെ നിങ്ങൾ ആദരിക്കണം. ഫമൻ അക്രമൽ ഖുബ്സ അക്രമഹുല്ലാഹ്, ആരാണോ ഭക്ഷണത്തെ അന്നത്തെ ആദരിക്കുന്നത്, ആരാണോ അന്നത്തെ ആദരിച്ചവനെ അല്ലാഹുവും ആദരിക്കും. അന്നത്തെ ആദരിച്ചവനെ അല്ലാഹുവും ആദരിക്കും. ഞാനിത് പറയുന്നത് നല്ലോണം ഓർക്കണം. പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ ഒരു അപാകതയാണിത്. അന്നത്തെ കൊച്ചാക്കി കളയുന്ന ഒരു പരിപാടിയുണ്ട്. എന്റെ സദസ്സിൽ ധാരാളം സഹോദരിമാരുണ്ട്. കുറെ കാര്യങ്ങൾ പറയാം, സഹോദരന്മാരോടും പറയാൻ പറ്റുന്ന കാര്യം. അല്ലാഹുവിന്റെ ഹബീബ് അന്നത്തിനെ എത്രത്തോളമാണ് ബഹുമാനിച്ചതെന്നറിയോ നിങ്ങൾ? റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ മത്തിഅനാ ബിൽ ഇസ്ലാം, അല്ലാഹുമ്മ മത്തിഅനാ ബിൽ ഖുബ്സ്. നബി തങ്ങളുടെ പ്രാർത്ഥനയാണ്, പടച്ചവനെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെയുള്ള അനുഷ്ഠാന കർമ്മങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ സമൃദ്ധമാക്കണം അല്ലാഹ്. പോരാ, വബിൽ ഖുബ്സ്, ഞങ്ങളെ നീ റൊട്ടി തന്ന് തിന്നാനുള്ള മുഖ്യാഹാരം ഞങ്ങൾക്ക് എപ്പോഴും തരണം, അത് നീ തന്നെ ഏറ്റെടുക്കണം. ഫലൗലൽ ഖുബ്സ്, ഈ റൊട്ടി നീ തന്നിട്ടില്ലായിരുന്നെങ്കിൽ മാസുംന, ഞങ്ങൾ എങ്ങനെയാ നോമ്പ് നോൽക്കുക? വലാ സല്ലൈന, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയൂലായിരുന്നല്ലോ. വലാ ഹജ്ജന, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലായിരുന്നല്ലോ. വലാ ഗസൗന, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലായിരുന്നല്ലോ. അതിനൊക്കെ കഴിയുന്നത് നീ ഭക്ഷണം തന്നിട്ടാണ്, അല്ലെങ്കിൽ ഈ സംഗതികൾക്കൊന്നും ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെ തുടർന്നു പോകുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നത് കാണാം. പരമാവധി കഴിവിന്റെ പരമാവധി വയുക്രമുൽ ഖുബ്സു ബി അഖ്സാ മാ യുംകിൻ, കഴിവിന്റെ പരമാവധി നിങ്ങൾ അന്നത്തെ ആദരിക്കണം, റൊട്ടിയെ ആദരിക്കണം, തിന്നുന്ന മുഖ്യാഹാരത്തെ ആദരിക്കണം. കാരണം നിങ്ങൾ ഒരു ഉരുള കുത്തി വായിലേക്കിടുന്ന ഒരു ഉരുളയില്ലേ, ആ ഒരു ഉരുളയുടെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ അല്ലാഹു തൊട്ടിങ്ങ് തുടങ്ങിയാൽ അവസാനം ആ പത്തിരി ചുട്ട ഉമ്മ വരെ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ ആളല്ല. മനുഷ്യൻ വിഴുങ്ങുന്ന ഓരോ പിടിയിലും ഏകദേശം 360ഓളം പണിക്കാരതിൽ പണിയെടുത്തിട്ടാണ് ഒരു ഉരുള നിങ്ങൾക്ക് വായിലേക്ക് വെക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ പാടത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആ പാടത്ത് ഉഴുതുമറിക്കുന്ന മൃഗങ്ങളെ ഉണ്ടാക്കിയവനെ കുറിച്ച് ചിന്തിക്കാറില്ല. ആ മൃഗങ്ങളെ പോറ്റുന്ന പാവങ്ങളെ കുറിച്ച് ഓർക്കാറില്ല. അതിന് വളം ചേർത്ത വളം ആ മൃഗങ്ങളിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ അതിനെ തീറ്റിപ്പോറ്റിയവരെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. മാത്രമല്ല പാടത്ത് പണിയെടുത്തവരെ കുറിച്ച് ഓർക്കാറില്ല. വിത്തെറിഞ്ഞവരെ കുറിച്ച്, ഉഴുതുമറിച്ചവരെ കുറിച്ച്, വെള്ളം ചേർത്തവരെ കുറിച്ച്, അങ്ങനെ തുടങ്ങിയിട്ട് അതിലേക്ക് വേണ്ട എല്ലാ സാമഗ്രികളും പലരുടെ കയ്യിലാണ്. ആ ഉപകരണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇരുമ്പാരുടെ കയ്യിൽ നിന്ന്, കത്തിയാരുടെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ മൺവെട്ടിയാരുടെ കയ്യിൽ നിന്ന്, ഇങ്ങനെ ഇങ്ങ് നോക്കിയാൽ 360 എന്ന് ഒരു മഹാൻ പറഞ്ഞത് അയാൾ എണ്ണിയിട്ട് ഏകദേശം കിട്ടിയ കണക്കായിരിക്കും ആ പറഞ്ഞത്. വീണ്ടും ധാരാളം കൂടി വരും ഇതിലെ പാനീയങ്ങൾ, ഇതിലെ പണിക്കാര്. 360ലധികം ആളുകൾ വിയർപ്പൊഴുക്കി അധ്വാനിച്ചിട്ടാണ് നിങ്ങളൊരു പിടി ഭക്ഷണം വായിലേക്കിടുന്നത്. അവ്വലുഹും മീകായിൽ, അത് മീകായിൽ അലൈഹിസ്സലാം തൊട്ടുന്ന് തുടങ്ങുകയാണ്. അള്ളാഹുവിനെ മാറ്റിവെച്ചാൽ മീകായിൽ നിന്നാണ് തുടങ്ങുന്നത്. അല്ലദീ യകീലുൽ മാ, അതുകൊണ്ടാ മീകായിൽ എന്ന് പറയുന്നത്. അല്ലദീ യകീലുൽ മാ, ആ മീകായിലാണ് ആവശ്യമായ അളവിന് വെള്ളം അളന്ന് നിങ്ങളെ പാടത്തേക്ക് എത്തിച്ചു തരുന്നത്. ഈ ഭൂമിയിലേക്ക് ആവശ്യമായ വെള്ളം അളന്നു തരുന്നത് മീകായിൽ അലൈഹിസ്സലാമാണ്. മിൻ ഖിസാനത്തിർ റഹ്മ, പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ആവശ്യമായ വെള്ളം അളന്നു തരുന്നത് മീകായിലാണ്. പിന്നെ മേഘങ്ങളെ തൊളിച്ചു കൊണ്ടുപോകുന്ന സഹാബ എന്ന് പറഞ്ഞില്ലേ ഖുർആൻ, യുസ്സഹാബ, മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു. അത് മലക്കുകളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. സുമ്മൽ മലായികത്തുല്ലതി തസ്ജുറു സഹാബ, ആ മേഘങ്ങളെ തെളിച്ചു നീങ്ങുന്ന മലായികത്ത്. വശംസ്,
സൂര്യനുണ്ട്, വൽ ഖമർ ചന്ദ്രനുണ്ട്, വൽ അഫ്ലാഖ് ഗോളങ്ങളെല്ലാം ഉണ്ട്, വദവാബുൽ അർളി ഈ ഭൂമി ലോകത്തുള്ള ധാരാളം മൃഗങ്ങൾ അതിന്റെ ഖാദിമീങ്ങളാണ്. വആഖിറുഹും അങ്ങനെ വന്ന് 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 അവസാനത്തെ ആള് അൽ ഖബ്ബാസ് പത്തിരി ചുട്ടയാളാണ്, റൊട്ടി ചുട്ടയാളാണ്, ചോറ് വെച്ചയാളാണ്. അവസാനം വന്നു നിൽക്കുന്നത് ദാ പാചകക്കാരനിലാണ്. ആ പാചകക്കാരനിൽ അവിടെ അവസാനം എത്തി നിൽക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത് പരമാവധി ആദരിക്കണം. എന്നിട്ട് ആ മഹാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം നിലത്ത് കൊഴിഞ്ഞു വീണാൽ ആ കൊഴിഞ്ഞു വീണത് നിങ്ങൾ എടുത്തു തിന്നണം. അതിലെ അഴുക്ക് തട്ടിയിട്ട് നിങ്ങൾ അത് എടുത്തു തിന്നണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഹദീസിൽ ഇത് പഠിപ്പിച്ചത് കാണാം. കത്തിയും അതുപോലെ തന്നെ വിരലും പത്തിരിയുടെ കഷ്ണം കൊണ്ട് തുടക്കരുത്. ധാരാളം ഹദീസുകൾ ഇതിനൊക്കെ ഉദ്ധരിക്കാനുണ്ട്. ഞാൻ സമയദൈർഘ്യം ഭയന്നിട്ടാണ് അത് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പത്തിരിയും കത്തിയും ഒക്കെ നിങ്ങൾ പത്തിരിയുടെ കഷ്ണം കൊണ്ട് തുടച്ചു നീക്കരുത്. അത് പത്തിരിയെ അപമാനിക്കലാണ്. നിങ്ങൾ ആലോചിക്കണം, എത്രമാത്രം വിഷയമാണ്, എത്രമാത്രം കടുപ്പമുള്ള കാര്യമാണ് ഈ പറയുന്നത്. അത്രത്തോളം അന്നത്തെ ആദരിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിരല് പത്തിരി കൊണ്ട് തുടച്ച് വൃത്തിയാക്കരുത്. അത് നിങ്ങൾ കൈവിരൽ വായിലിട്ട് ആ കൈവിരലുകൾ ഊമ്പി തന്നെ വൃത്തിയാക്കണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അഥവാ പത്തിരി കൊണ്ട് തുടച്ചാൽ ആ പത്തിരി കഷ്ണം നിങ്ങൾ തിന്നുകയും വേണം. എന്നാലും അത് അദബ് കുറവാണ്. അതുപോലെ തന്നെ പത്തിരിയുടെ മുകളിൽ പ്ലേറ്റ് കയറ്റി വെക്കരുത്. അത്രത്തോളം ആദരിക്കണം. പത്തിരിയിൽ കൂട്ടാനുള്ള കൂട്ടാനല്ലാതെ അതിന്റെ പുറമെ നിങ്ങളൊന്നും കയറ്റി വെക്കാൻ പാടില്ല. പത്തിരിക്ക് മുകളിൽ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ആ പത്തിരി കഴിക്കാനുള്ള കൂട്ടാൻ അതിന്റെ മുകളിൽ പാരാം. അത്രത്തോളം ആദരിക്കണം എന്ന് വരെ മഹാന്മാര് പഠിപ്പിച്ചെങ്കിൽ അന്നത്തിന് ഒരു നിലയും വിലയും എന്ന് കൽപ്പിക്കുന്നില്ല സമൂഹം. അത് പറയാനാ ഞാൻ പറയുന്നത്. അതേ രൂപത്തിൽ തന്നെ മഹാന്മാര് പറയുന്നു, വകദാ യുക്റഹു അക്ലു വജ്ഹിൽ ഖുബ്സി ഔ ജൗഫിഹി വറംയു ബഖീ. പറയുന്നു ഇതേ പ്രകാരം തന്നെ പത്തിരിയുടെ പുറം ഭാഗം തിന്ന് വറംയു ബഖീഹി ബാക്കിയുള്ളത് എറിയുക, അല്ലെങ്കിൽ ഉള്ളു തിന്ന് പുറമെറിഞ്ഞു കളയുക. ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതല്ലേ. ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ കയറിയാൽ പൊറോട്ട നമുക്ക് പറ്റിയ ഭാഗം മാത്രം ഇങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ മാറ്റി അങ്ങനെ വെക്കും. എന്നിട്ടത് കൊണ്ടുപോയി ഓത്തിയിലേക്കങ്ങ് തട്ടിക്കളയുകയാണ്. വക്ക് തിന്ന് നടു ഒഴിവാക്കുന്നവർ, നടു തിന്നിട്ട് വക്കൊഴിവാക്കുന്നവർ, ഇങ്ങനെയൊക്കെയുണ്ട്. അതൊന്നും ചെയ്യരുത്. കാരണം അതിലൊക്കെ ഉള്ളത് ലിമാഫി കുല്ലി ദാലിക മിനൽ ഇസ്തിഖ്ഫാഫി ബിൽ ഖുബ്സ്, അന്നത്തെ നിന്ദിക്കുക എന്ന ഒരു സ്വഭാവം അതിലൊക്കെ കടന്നു വരുന്നുണ്ട്. വൽ ഇസ്തിഗ്ഫാഫു ബിൽ ഖുബ്സി, അന്നത്തെ നിന്ദിക്കുന്ന സ്വഭാവമെന്നോ അതിനെ വില കുറച്ച് കണ്ടാൽ യൂരിസുൽ ഖലാഅ വൽ ഖഹ്ത, നാട്ടിൽ ഭക്ഷ്യക്ഷാമമുണ്ടാകും, നാട്ടിൽ വിലവർദ്ധനവ് കൂടും. സ്വാഭാവികമാണ്. അരിക്ക് വില കൂടുന്നത് അരിയെ ആദരിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ക്ഷാമം വർദ്ധിക്കുന്നത് നമ്മൾ അന്നത്തെ ആദരിക്കാത്തത് കൊണ്ടാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി. അല്ലാഹു പ്രത്യേകം എടുത്തു പരാമർശിച്ചു, വഅഖ്റജ്നാ മിൻഹാ ഹബ്ബ. ഇനി റസൂലുള്ള പറഞ്ഞ ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കുക. ഇദാ അകല അഹദുകും മിനത് ത്വആം, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ഫലാ യംസഹ് യദഹു, അവനവന്റെ കൈ തുടക്കാൻ പാടില്ല, ആ കൈ കഴുകിക്കളയാൻ പാടില്ല. ഹത്താ യൽഅഖഹാ, അവൻ ആ കൈവിരലുകൾ ഊമ്പുന്നത് വരെ കൈവിരലുകളിലുള്ള വറ്റുകളൊക്കെ അവൻ ഊമ്പിയെടുക്കണം. അല്ലെങ്കിൽ അത് ഊമ്പിപ്പിക്കണം. കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം. നമ്മൾ തിന്ന ഭക്ഷണമാണെങ്കിൽ നമ്മളത് സ്വയം ഊമ്പുക. അല്ല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കാണ് കൊടുത്തതെങ്കിൽ നിങ്ങളെ കൈ, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വാരിക്കൊടുത്ത കൈ, ആ കയ്യിലുള്ള വറ്റ് ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ അവന്റെ വായിൽ പിടിപ്പിക്കണം.
ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു മജ്‌ലിസിൽ വെച്ച് ബോധമുള്ള ഒരാൾ കൈവിരലിലുള്ള വറ്റുകൾ ഊമ്പുന്നത് കണ്ടാൽ, മോഡേൺ ആളുകൾ, പരിഷ്കാരത്തിന്റെ ചെറുപ്പക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ അന്നൽ ഇസ്സത്തലില്ല എന്നതാണ് സത്യം. അള്ള പറയുന്നിടത്താ അന്തസ്സുള്ളത്. പക്ഷേ ഇതൊക്കെ ഒരു അന്തസ് കമ്മിയായിട്ടാ നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നത്. ഒരാളിങ്ങനെ വിരല് ഊമ്പിയിട്ട് വിരലിലുള്ള കൈവിരലിലുള്ള വറ്റുകൾ വായിലേക്ക് വയറ്റിലേക്ക് ആക്കുന്നുവെങ്കിൽ അയാളിങ്ങനെ പരിഹസിച്ചിട്ട് ഇങ്ങോട്ട് ചിരിക്കും. എന്തേ, നിനക്ക് വയറ് നിറയാഞ്ഞിട്ടാണോ അതും കൂടെ തിന്നുന്നത് എന്ന് ചോദിക്കും. പ്ലേറ്റ് വടിച്ചെടുക്കുന്നത് കണ്ടാൽ ചെറുപ്പക്കാർ ചിരിക്കും. ചിരിക്കണ്ട മക്കളെ, ചെറിയ വിഷയമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, പകുതി പ്ലേറ്റിൽ വെച്ച് ആ പ്ലേറ്റ് വലിച്ചെറിയാൻ പാടില്ല, ആ പ്ലേറ്റ് കഴുകിക്കളയാനും പാടില്ല. മൻ അകല ഫീ ഖസ്അത്തിൻ സുമ്മ ലഹിസഹാ ഇസ്തഗ്ഫറത് ലഹുൽ ഖസ്ആ സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ അകല മിൻ ഖസ്ആ, ഫീ ഖസ്ആ, ഒരു പ്ലേറ്റിൽ വെച്ച് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഫലഹിസഹ, അങ്ങനെ ആ പ്ലേറ്റ് തുടച്ചു, അവൻ നന്നായി തുടച്ചു വൃത്തിയാക്കി, എന്നിട്ട് ആ പ്ലേറ്റ് കഴുകി വെക്കുകയും ചെയ്തു. നമ്മൾ വടിച്ചെടുത്തതിന്റെ അവശിഷ്ടം പിന്നെ കഴുകിയും വെച്ചു. എന്നാൽ ഇസ്തഗ്ഫറത് ലഹുൽ ഖസ്ആ, ആ പ്ലേറ്റ് ഇത് തിന്ന് കഴുകി വെച്ച മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, പഴയ ഉമ്മമാർക്ക് എത്ര പ്ലേറ്റുകളായിരുന്നു ഇസ്തിഗ്ഫാർ പറഞ്ഞിരുന്നത്? എന്നാൽ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താ? ഒരു 10 ആള് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പം പറയുന്നത്? വരുമ്പം കടലാസ് പ്ലേറ്റ് വാങ്ങാൻ മറക്കണ്ട. നിങ്ങൾക്കെന്തേ പ്ലേറ്റ് കഴുകാനുള്ള മടിയല്ലേ? എന്റെ ഉമ്മമാര് കേട്ടോ, പഴയ ഉമ്മാക്ക് കിട്ടിയിരുന്ന ഒരുപാട് പ്രതിഫലം ഇന്നത്തെ ഉമ്മമാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പഴയ കാലത്തൊരു കല്യാണമുണ്ടായാൽ എത്ര പ്ലേറ്റാണ് കഴുകാൻ ആ വീട്ടുകാർക്കും അതിന്റെ പരിസരത്തെ വീട്ടുകാർക്കും സൗകര്യം കിട്ടിയിരുന്നത്. ആ പ്ലേറ്റുകൾ മുഴുവനും പഠിച്ചവനെ ഞങ്ങളിലുള്ള അവശിഷ്ടങ്ങൾ പിശാചിന് തിന്നാൻ വിട്ടുകൊടുക്കാതെ വൃത്തിയാക്കി വെച്ച ഒരുപാട് ആമിനത്താത്തമാരുണ്ട്, ഒരുപാട് സുഹൃത്താത്തമാരുണ്ട്, പാത്തുമ്മത്താത്തമാരുണ്ട്. പഠിച്ചവനെ പുറത്തു കൊടുക്കണേ, പുറത്തു കൊടുക്കണേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, പ്ലേറ്റും ചെല്ലുന്നുണ്ട് തസ്ബീഹ്, പ്ലേറ്റും ചൊല്ലും ഇസ്തിഗ്ഫാർ. വിശ്വാസിക്ക് അതിലൊന്നും പ്രയാസമില്ല, അതൊന്നും വിശ്വസിക്കാൻ. എന്നാൽ അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? മോഡേൺ യുഗമായപ്പോ ഞാൻ പറയുന്നത്, ഒരു കല്യാണത്തിന് സംഭവം ശരിയാണ്, പ്രയാസമാണ്. നമുക്ക് കല്യാണത്തിനൊക്കെ അത്തരം പ്ലേറ്റുകൾ തന്നെ ഉപയോഗിക്കാം, സൗകര്യമൊക്കെ കരുതിയിട്ട്. ഞാൻ പറയട്ടെ, എന്നാ ഒരു ചെറിയ സൽക്കാരം പുരയിലുണ്ടാകുമ്പോൾ ആരും വരില്ല, ഒരു 10 ആളെ വരുന്നുള്ളൂ. എന്നാലും നിങ്ങളെന്തിനായി കടലാസ് പ്ലേറ്റ് വേണമെന്ന് നിർബന്ധിക്കുന്നത്? അത് വേണോ? ആ സംസ്കാരം നമുക്ക് വേണോ? യൂസ് ചെയ്യുക, വലിച്ചെറിയുക, ഈ ഒരു സംസ്കാരം ഇത് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണോ? നല്ലോണം ഓർക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറയുന്നു, പരമാവധി എത്രത്തോളം സ്വന്തം വീട്ടിൽ ഒരതിഥികളും വേണ്ട, സ്വന്തം വീട്ടിൽ സ്ഥിരമായി കടലാസ് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ഗൾഫുകാരുണ്ട്. ഇതൊക്കെ ശരിക്കും മനസ്സിൽ തട്ടി ഓർക്കണം. എന്നും വീട്ടുകാരും ആരും ഉണ്ടായിട്ടല്ല, ഗൾഫിൽ നിന്ന് വന്നപ്പോ കടലാസ് പ്ലേറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അവിടെ എന്നും ഇത് കാരണം എന്താ, കൂട്ടിപ്പിടിച്ച് പുറത്തേക്കാണ് കൊണ്ടുപോയിട്ടാ, അതാ സന്തോഷോ? ഒന്നും ചെയ്യണ്ട. അതൊക്കെ ഒരു ഫാഷന്റെ ഭാഗമായിട്ട് അവൻ കണ്ടതാണ് അതൊക്കെ. എന്നാൽ ഇതൊന്നും അള്ളാഹുവിനും അവന്റെ റസൂലിനും പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന ലൈനുകളല്ല. ഇന്ന് പാചകം ചെയ്യാനും ആകൂല, പ്ലേറ്റ് കഴുകാനും ആകൂല, വിളമ്പാനും ആകൂല, അല്ലേ? നേരെ ആകുമ്പോൾ ഹോട്ടലിലേക്കാണ് പോവുക. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വല്ലാതെ അധികരിച്ചു വരുന്നു. ഇവിടെയൊക്കെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അങ്ങാടികളോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് കൂടുതൽ കടന്നു വരികയാണ്. നേരാകുമ്പോൾ ഹോട്ടലിൽ പോയി കഴിച്ചിങ്ങോട്ട് വരിക. പാചകം ചെയ്ത കൂലിയില്ല, പ്ലേറ്റ് കഴുകിയ കൂലിയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തും കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക? ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഇതുവഴി നഷ്ടപ്പെട്ടില്ലേ? എന്നാ പഴയ ഉമ്മാമമാർക്ക് ഇതിലൊക്കെ ധാരാളം പെറുക്കിയെടുക്കാനുണ്ടായിരുന്നു. ഒന്നും അവർക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അവരിത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചിരുന്നു. അതാണ് സത്യം. അതുകൊണ്ട് കൈ കഴുകുന്നിടത്ത് വറ്റുകൾ ഒരാൾക്ക് തിന്നാനുള്ളത് അവൻ ചോറ് തിന്നതിന്റെ ശേഷം അവന്റെ കയ്യിലുണ്ടാകും. അങ്ങനെ തന്നെ കൊണ്ടുപോയി
അത് കൊണ്ടുപോയിട്ട് നേരെ വാഷ് ബേസിനിൽ കൊണ്ടുപോയി. 4 ആള് കൈ കഴുകുമ്പോഴേക്ക് വാഷ് ബേസ് ആകെ അടഞ്ഞുപോയി. ഈ ഒരവസ്ഥയിലെത്തിക്കരുത്. ഇത് ആ സംഗതികളിൽ നിന്ന് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അതോടൊപ്പം നാളെ പരലോകത്ത് ഇതിനൊക്കെ കൂലിയാണ് നെയ്യത്ത് നന്നാക്കി ചെയ്താൽ. അതുകൊണ്ട് ഇതിനെ ഒന്നും അന്നത്തിന്റെ ഒരു വറ്റിനെ പോലും നിങ്ങൾ നിന്ദിക്കരുത്. അതിനെ നിങ്ങൾ ആദരിക്കണം. അത് കൂട്ടത്തിൽ ഉണർത്തി എന്ന് മാത്രം ഒരാളെങ്കിലും ശ്രദ്ധിച്ചാൽ അത് കാര്യമാണല്ലോ എന്ന് കരുതി റസൂലുള്ളാഹി പറഞ്ഞു, അന്നവും മറ്റു ഭക്ഷണങ്ങളും തമ്മിലുള്ള അന്തരം, ചക്ക വെച്ചതും ചോറും തമ്മിലുള്ള അന്തരം നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫളു ആയിഷത അലൻ നിസാ കഫളി സരീദി അലാ സായിരി ത്വാം. ആയിഷ ബീവിക്കു മറ്റു പെണ്ണുങ്ങളെക്കാളുള്ള മഹത്വം പത്തിരിക്കു മറ്റു ഭക്ഷണങ്ങളിൽ നിന്നുള്ള മഹത്വം പോലെയാണ്. ആ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കണം. പത്തിരിക്കു മറ്റു ഭക്ഷണങ്ങളെക്കാൾ എത്ര മഹത്വമുണ്ടോ. പത്തിരി എന്ന് പറഞ്ഞാൽ അന്നം കൊണ്ടുണ്ടാക്കിയ സാധനം എന്നാ ഉദ്ദേശിക്കുന്നത്. ചോറിന് ചക്കക്കൂട്ടാനേക്കാളുള്ള മഹത്വം അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ബീവി ആയിഷയ്ക്ക് മറ്റു സഹോദരിമാരെക്കാൾ ഉള്ള മഹത്വമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഫളു ആയിഷത അലൻ നിസാഇ കഫളി സരീദി അലാ സായിരി ത്വാം. അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം ഈ നിർജീവമായ ഭൂമിയെ സജീവമാക്കി നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടും അഫലാ യശ്കുറൂൻ, എന്താ മനുഷ്യര് നന്ദി പ്രകടിപ്പിക്കുന്നില്ലയോ? അഫലാ യശ്കുറൂൻ, എന്നാ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പ്രകടിപ്പിക്കണ്ട. നിങ്ങളിങ്ങനെ കൊമ്പ് കോർത്ത് നടക്കുക അല്ലാഹുവിനോട്. നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് മത്സരിക്കും, നമുക്കൊന്ന് കാണാലോ. നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്നെന്താ പറയാത്തത് എന്നല്ലേ? നിങ്ങളെന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാത്തതെന്നല്ലേ? നിങ്ങളെന്തേ ആ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ പറയാത്തതെന്നല്ലേ? എന്തേ ഉമ്മ നിങ്ങൾ കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലാത്തതെന്നല്ലേ? അതൊന്നും ചെയ്യണ്ട. എടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ അങ്ങനെ പോയിക്കോ അല്ലാഹ് പറയാൻ. അതുകൊണ്ട് എനിക്ക് മഹത്വം നീ തരൂലെങ്കിൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, നീ ഒരാൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് വേണ്ടടോ. ഞാൻ നേരത്തെ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ്, ഇണതുണ വ്യവസ്ഥകളായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് പരിശുദ്ധനാണ്. ആ റബ്ബ് പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, ഈ പ്രപഞ്ചം മൊത്തം അത് ഇണതുണ വ്യവസ്ഥകളായിട്ടാ സൃഷ്ടിച്ചത്. ഇണയും തുണയുമില്ലാതെ ലോകത്തൊരു സാധനവും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, ഇണതുണ വ്യവസ്ഥകളെ മുഴുവനും സൃഷ്ടിച്ച റബ്ബ് എത്ര പരിശുദ്ധനാണ്. എന്തിനെ തൊട്ട്? ആ ഇണതുണ വ്യവസ്ഥയെ തൊട്ട്. അല്ലാഹ് ഇണയും തുണയുമില്ല, അല്ലാഹു ഒറ്റക്കാണ്, അല്ലാഹു അഹദ്. അത് നീ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയാണോ ഉള്ളത്? എന്നെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ പരിശുദ്ധനാണ്. എന്നെ പരിശുദ്ധനാക്കാൻ എത്രയോ പേരുണ്ട്. നിന്റെ ആവശ്യം എനിക്കില്ല, നിനക്ക് വേണമെങ്കിൽ ചെയ്തോ. ഇതിനാണ് ആ ആയത്തിന്റെ അഫലാ യശ്കുറൂൻ എന്നതിന്റെ തൊട്ടുപിറകിൽ ഇത് കൊണ്ടുവന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കളിൽ ഇണതുണ വ്യവസ്ഥകളുണ്ട്. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്നും സ്വന്തം വർഗത്തിൽ നിന്നും ഇണയും തുണയുമുണ്ട്. അഥവാ ആണും പെണ്ണുമായ മനുഷ്യർ ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിൽ ഇണയും തുണയുമുണ്ട്. എല്ലാം ഒന്നു മാത്രമല്ല, ഇണയും തുണയുമുണ്ട് അവിടെയും. അതുപോലെ തന്നെ വമിമ്മാ ലാ യഅലമൂൻ, ജനങ്ങൾക്കറിയാതെ ഖിയാമം വരെ വരാൻ പോകുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പിടുത്തം കിട്ടാത്ത വമിമ്മാ ലാ യഅലമൂൻ എന്നതിൽ ശാസ്ത്രജ്ഞന്മാരും പെടും. അപ്പൊ ഖിയാമം നാട് വരെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഒപ്പിയെടുക്കാമെന്ന് കരുതണ്ട.
പുതിയ പുതിയ രോഗങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കും അല്ലാഹു പറഞ്ഞതാണ്. പക്ഷേ ആ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടുപിടിക്കാതെ വിചാരിക്കേണ്ട. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഖിയാമത്ത് നാളെ നടക്കുന്നുവെങ്കിൽ നാളെയും മനുഷ്യന് പിടുത്തം കിട്ടാത്ത രഹസ്യങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. അല്ലെങ്കിൽ അന്ന് വമിമ്മാ ലാ യഅലമൂൻ എന്നത് പ്രസക്തമാകില്ല. അന്നും വമിമ്മാ ലാ യഅലമൂൻ തന്നെയാണ്. അന്ന് മാത്രം വമിമ്മാ യഅലമൂൻ എന്നാവില്ല. അപ്പൊ ഇന്ന് ഖിയാമത്ത് നടക്കുകയാണെങ്കിൽ ഇന്നും ലോകത്ത് മനുഷ്യന് ഏതു ശാസ്ത്രജ്ഞന്മാർക്കും പിടുത്തം കിട്ടാത്ത, നിരീക്ഷകർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ധാരാളം വിഷയങ്ങളുണ്ടാകും. അപ്പൊ പ്രാപഞ്ചിക വസ്തുക്കൾ മൊത്തം അതൊക്കെ ഇണയും തുണയുമായിട്ടാണ് പടച്ചത്. ആ റബ്ബ് ഇണതുണ വ്യവസ്ഥയെ തൊട്ട് പരിശുദ്ധനാണ്. അവന് ഇണയുമില്ല, തുണയുമില്ല. അവനൊറ്റക്കാണ്, പരിശുദ്ധരാണ്, അജയ്യനാണ്, എല്ലാറ്റിനും കൽപ്പുള്ളവനാണ്. ഇണയും തുണയും വേണ്ടി വന്നത് എന്തുകൊണ്ടാ? സ്വന്തം നിലനിൽപ്പില്ലാത്തത് കൊണ്ടല്ലേ. ആകാശം എന്ന് പറയുമ്പോഴേക്ക് ഭൂമി ഇതാ കിടക്കുന്നു, അതിന്റെ തുണ. ഇണയും തുണയും. ഒരു കയറ്റം വരുമ്പോൾ ഒരു ഇറക്കം വരും, വെയിൽ വരുമ്പോൾ മഴയുണ്ടാവും. എല്ലാ വസ്തുക്കളിലും മറ്റൊരായത്തിൽ കാണാം, വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ. എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡികളെ സൃഷ്ടിച്ചു, ഇണയും തുണയും പടച്ചു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാവാൻ. എന്തേ ലോകം ഒക്കെ അങ്ങനെ ഇണയും തുണയുമാവാൻ കാരണം? സ്രഷ്ടാവ് മാത്രമേ ഒറ്റക്കൊള്ളൂ എന്ന് മനസ്സിലാക്കാൻ. ലഅല്ലക്കും തദക്കറൂൻ. സൂറത്തു ദാരിയാത്തിന്റെ 41-ാം വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം. എല്ലാ വസ്തുക്കളിലും കാണാം. ജീവനില്ലാത്ത വസ്തുക്കളിൽ വരെ, അചേതന സചേതന വസ്തുക്കളിൽ വരെ നിങ്ങൾക്ക് സൗജിയത്ത് കണ്ടെത്താം. ദൗജിയത്ത്, ഇണതുണ വ്യവസ്ഥ. ഇതില്ലാത്ത ഒരു സാധനവുമില്ല. കണ്ടില്ലേ നിങ്ങൾ, നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വയറ്, അതിലൊന്ന് ന്യൂട്രലും ഒന്ന് ഫേസുമായിരിക്കും. ഇണയും തുണയും ഉണ്ടാകും. ഒരൊറ്റ സാധനത്തിലും ഇണയും തുണയും ഇല്ലാത്തതില്ല. വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ. സർവ്വ വസ്തുക്കളിലും നാം ഇണതുണ വ്യവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉദ്ദേശിച്ച പോലുള്ള ഇണയും തുണയുന്ന ആ അർത്ഥത്തിനല്ല ഈ പറയുന്നത്. ഭാര്യയും ഭർത്താവും എന്ന അർത്ഥത്തിനല്ല. അതിന് തുണയായിട്ട്, ഇണയായിട്ട് വേറൊരു സാധനം അല്ലാഹു പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഇണയും തുണയും സൃഷ്ടിച്ചിട്ടുണ്ട്. ആറ്റായിരുന്നു വിഭജിക്കാൻ കഴിയാത്ത അവസാനത്തെ ഘടകം എന്ന് വിചാരിച്ചിരുന്നിരുന്നു. എന്നാൽ ഇന്ന് അതും വിഭജിക്കാൻ കഴിയും എന്നിടത്ത് എത്തിപ്പെട്ടു. ഏതായപ്പെട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, ലോകത്ത് ഇണതുണ വ്യവസ്ഥയില്ലാത്തത് പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്ബാദ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അപ്പൊ ഇണയും തുണയും ആയി അല്ലാഹു പടച്ച ഈ ലോകം മുഴുവൻ, ആ ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കിയിട്ട് പറയുന്നു, ഞാൻ ഒറ്റയാണ്. അല്ലാഹു പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പരിശുദ്ധനാണ്. നീയൊരാൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ലെങ്കിൽ, നീ ബിസ്മില്ല പറഞ്ഞില്ലെങ്കിൽ, നീ അൽഹംദുലില്ല പറഞ്ഞില്ലെങ്കിൽ, നീ അല്ലാഹു അക്ബർ പറഞ്ഞില്ലെങ്കിൽ, എന്നെ പ്രകീർത്തിച്ചില്ലെങ്കിൽ എനിക്ക് വല്ല കുറവും വരുമോ? ഇല്ല മോനെ, എനിക്കൊരു ചുക്കും കുറയാൻ പോകുന്നില്ല. നിനക്ക് കുറഞ്ഞു എന്നല്ലാതെ എനിക്കൊരു കുറവും വരാൻ പോകുന്നില്ല. അതാണ് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാദ കുല്ലഹാ എന്നെടുത്ത് പറഞ്ഞത്. എന്നല്ല അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറകൾ തുടങ്ങുമ്പോൾ തന്നെ സുബ്ഹാനയുടെ പദപ്രയോഗങ്ങൾ കുറെ നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തിക്കൊണ്ട് അള്ളാഹ് പരിശുദ്ധനാണ്, നിങ്ങൾ പരിശുദ്ധനാക്കിയാലും ഇല്ലെങ്കിലും അള്ളാഹ് പരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ അള്ളാഹ് ഒരു അധ്യായം തുടങ്ങി. ഇത് തുടക്കത്തിലല്ലോ സൂറത്ത് യാസീൻ, അതിനകത്ത് നേരെ മറിച്ച് സൂറത്തുൽ ഇസ്രായിൽ തുടക്കത്തിലാണ്. എന്നാൽ പരിശുദ്ധനാണ്, അത് സമ്മതിച്ചു. നിന്റെ പരിശുദ്ധി ലോകത്ത് ആരെങ്കിലും വാഴ്ത്തിയിട്ടുണ്ടോ പടച്ചോനെ? ഉണ്ട്. അതിന് തെളിവ് പറയണമെങ്കിൽ പാസ്റ്റ് ടെൻസിൽ അള്ളാഹു സംസാരിക്കണം, ഭൂതകാലത്തിൽ സംസാരിക്കണം. അത് അള്ളാഹു സംസാരിച്ചുകൊണ്ടൊരായത്ത് തുടങ്ങി, ഒരു സൂറത്ത് തുടങ്ങി. ഞാൻ പറയുന്ന സകലമാന കാലങ്ങളിലും മസ്ദർ ക്രിയാധാതുവില്, ഭൂതകാലത്തില്, വർത്തമാനകാലത്തില്, ഭാവി കാലത്തില്, അതുപോലെ തന്നെ ആജ്ഞാക്രിയകളില്, ഇങ്ങനെ 5 കാലങ്ങളിലും അള്ളാഹു വിശുദ്ധ ഖുർആൻ തുടങ്ങിയിട്ടുണ്ട്.
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി. അല്ലാഹ് പരിശുദ്ധനാണ്. ഈ പരിശുദ്ധൻ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ ആരെങ്കിലും നിന്റെ പരിശുദ്ധി വാഴ്ത്തിയിട്ടുണ്ടോ? അല്ലാഹ് പറയുന്നു സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വവും എന്റെ പരിശുദ്ധി വാഴ്ത്തിയിട്ടുണ്ടോ? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. സൂറത്തുൽ ഹശ്റിന്റെ 1-ാം വചനം. സൂറത്തുൽ ഹശ്ർ തുടങ്ങുന്നത് സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് അല്ലാഹുവിന്. എന്നാലോ ഇപ്പൊ ചൊല്ലുന്നുണ്ടോ? ചൊല്ലി എന്നത് ശരിയാണ്. ഇപ്പൊ ചൊല്ലുന്നുണ്ടോ, ഭാവിയിൽ ചൊല്ലോ, രണ്ടും കൂടെ സൂചിപ്പിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സൂറത്തുൽ ജുമുഅ അല്ലാഹു തുടങ്ങുന്നത് തന്നെ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വവും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, ചൊല്ലും. രണ്ടർത്ഥവുമുണ്ട്. പണ്ഡിതന്മാർക്ക് അതൊക്കെ വേഗം ഉൾക്കൊള്ളാം. അപ്പൊ എന്തായി? അല്ലാഹ് സ്വയം പരിശുദ്ധനാണ് എന്ന് പറഞ്ഞു. ആരെങ്കിലും മുമ്പ് അല്ലാഹുവിനെ പ്രകീർത്തിച്ച അനുഭവം ഉണ്ടോ? സബ്ബഹ ലില്ലാഹി ഉണ്ട്. ഇപ്പൊ പ്രകീർത്തിക്കുന്നുണ്ടോ? യുസബ്ബിഹു ലില്ലാഹി. ഇനി പ്രകീർത്തിക്കോ? യുസബ്ബിഹു ലില്ലാഹി. എന്നാൽ അതൊക്കെ ശരിയാണ്. നീ പരിശുദ്ധനാണ്, നിന്നെ പരിശുദ്ധനാക്കിയോലും ഉണ്ട്, ഇപ്പൊ പരിശുദ്ധനാക്കുന്നവരുണ്ട്, ഇനി ശേഷം പറയാൻ പോകുന്ന കുറെ ആളുകളുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. സൂറത്തുൽ അഅ്ലാ അല്ലാഹ് തുടങ്ങുന്നത് ആജ്ഞയുമായിട്ടാണ്. അതുകൊണ്ട് ഈ അത്ഭുതമൊക്കെ ഇങ്ങനെ കണ്ടു നിന്ന് നോക്കുകുത്തിയായി നിൽക്കല്ല, അവരെ കൂടെ കൂടിയിട്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. പരിശുദ്ധനായ റബ്ബിനെ, ഉന്നതനായ റബ്ബിനെ നീയും പ്രകീർത്തിക്കടോ. സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കൂടവാ. ഭക്ഷണം കഴിക്കുമ്പം ബിസ്മില്ല ചൊല്ലാൻ കൂട. സമയായി. വായത്തുല്ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാർ. അതുപോലെ തന്നെ വായത്തുല്ലഹും അന്നാഹമല്ലാ ദുരിയത്തും. രാത്രിയും പകലും വാഹന സൗകര്യങ്ങളും ദൃഷ്ടാന്തങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാഷണത്തിലേക്ക് നമ്മളതിൻ്റെ ബാക്കി ഭാഗം കൊണ്ടുവരും. എന്നിട്ട് നാളെ നമ്മൾ തീരുമാനിച്ച വിഷയം അത് ഇൻഷാ അല്ലാഹ് നാളെ തന്നെ അവസാനിപ്പിക്കുന്നു. കുറച്ചും കൂടെ വിശാലമായിട്ട് പറയാനുള്ളത് കൊണ്ടാണ് നമ്മൾ മൂല്യനിഷേധത്തിന്റെ ദുരന്തം എന്ന് പറഞ്ഞ ഭാഗം തൽക്കാലം ചെറുതായിട്ട് അങ്ങോട്ട് പറയുള്ളൂ നാളെ. കാരണം ഇത് അതിലേറെ പറയേണ്ട ഒരു വിഷയമാണ്. ആ ഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായല്ലോ. അതുകൊണ്ട് ഇനി അതിലേറെയാണ്. രാത്രി പകൽ എന്നൊക്കെ പറയുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നാളെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ എത്തണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ദുആ ചെയ്യുകയാണ്. കുറേ ആളുകൾ പെട്ടെന്ന് പോകാനുള്ളവരും മറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നേരത്തെ തന്നെ ദുആ കഴിക്കുകയാണ്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ മുഴുവൻ വിഷമങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ. അല്ലാഹ് 6 ദിവസമായി ഈ വേദിയിൽ ഒത്തുകൂടിയ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ.